ഹ്രസ്വലോകമാണ്, തീർന്നു പോകുന്ന ലോകമാണ്, ശാശ്വത ലോകമല്ല. ഏറ്റവും വലിയ ഇൽമു വേണ്ടത് ആഖിറത്തെ സംബന്ധിച്ചാണ്. ആ ആഖിറത്തെ സംബന്ധിച്ചും അതിലുള്ള എല്ലാ സകലമാന സംഭവങ്ങളെ പറ്റിയും വിശാലമായ അറിവ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. റബ്ബിശ്റഹ് ലീ സദ്രി, റബ്ബേ എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണം. അതിന്റെ പുറമെ ഈ ദുനിയാവിൽ ഏത് ശത്രുക്കൾ മുന്നോട്ട് വന്നാലും അവരോടൊക്കെ നിന്നെക്കുറിച്ച് പറയാൻ എനിക്ക് നീ വിശാലത തരണം. എത്ര കടുപ്പമേറിയ വിഷമേറിയ ശത്രു മുന്നിൽ വന്നാലും ആ ശത്രുവിനോടും നീ ഏൽപ്പിച്ച ദൗത്യം പറഞ്ഞു കൊടുക്കാനുള്ള കരുത്തന്റെ മനസ്സിൽ വേണം. ആ ശത്രു വരുമ്പോഴേക്ക് ആ ശത്രുവിന്റെ ഐഡന്റിറ്റി മുഴുവനും അറിഞ്ഞ് ആ ശത്രുവിനെ പറഞ്ഞു കൊടുക്കുന്ന തരം എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണം. മുന്നിൽ വരുന്ന ശത്രു എന്തിനാ വന്നത്, അയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തു ചോദിക്കാനാ വന്നത്, എന്തു മറച്ചു വെച്ചാ വന്നത്, എന്ത് ചതിപ്രയോഗവുമായിട്ടാ വന്നത്, അതൊക്കെ തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ നല്ല വഴിയിലേക്ക് നടത്താൻ എന്റെ മനസ്സ് നീ വിശാലമാക്കി തരണം. കാരണം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സാഹിര്യങ്ങൾ നിറഞ്ഞ കാലമാണ്. മായാജാലക്കാരും മിസ്മരിസക്കാർ ഏറ്റവും കൂടുതൽ നിറഞ്ഞ കാലമാണ്. അതിൽ നല്ല ബുദ്ധിയുള്ളവരും യുക്തിയുള്ളവരും തന്ത്രമുള്ളവരുമുണ്ട്, തികഞ്ഞ പാടവമുള്ള ആളുകളുണ്ട്. ആ ആളുകളൊക്കെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് വഴി നടത്താൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബിശ്റഹ് ലീ സദ്രി, അള്ളാഹുവേ എന്റെ മനസ്സ് നീ എനിക്ക് വിശാലമാക്കി തരണേ അല്ലാ. വയസ്സിർ ലീ അംരി, എന്റെ കാര്യം, എന്നെ നീ ഏൽപ്പിച്ച ദൗത്യം എനിക്ക് നീ എളുപ്പമാക്കി തരണേ അല്ലാ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക സ്വലാത്തല്ലണം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഞാൻ കാണുന്നുണ്ട്, കാണാത്തവരുണ്ട്. ഉറക്ക ചൊല്ലണം എല്ലാവരും. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക സ്വലാത്തല്ലണം. സ്വലാത്തിന്റെ മജ്ലിസാണ്, അല്ലാതെ ഞങ്ങളെ നാട്ടിൽ ഒരു പരിപാടി നടന്നു എന്ന് പറയാനല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് സമാപിക്കാൻ നേരെ സ്വലാത്തിൽ പിരിഞ്ഞാൽ മതി. പാകിസ്ഥാന്റെ പ്രസംഗം തന്നെ ധാരാളം. ഞാനിവിടെ വേളറണമെന്നില്ല. നമ്മളിത് മുത്തനബി തങ്ങളെ പറയുന്നൊരു മജ്ലിസാണ്. അതിന്റെ ബഹുമാനത്തോടെ സ്വലാത്തൊക്കെ ഉറക്കെ പറഞ്ഞ് നല്ല റാഹത്തിലിരിക്കും. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന മുഅ്മിനീങ്ങൾ ഉച്ചത്തിൽ ചൊല്ലണം സ്വലാത്ത്. ഇത് വെള്ളിയാഴ്ച എങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കാൻ പാടില്ല, അതൊരു മര്യാദക്കേടാണ്. എന്നിട്ട് ആകെ ഉണരപ്പെടാൻ നിറങ്ങൾ സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഉറക്ക റളിയല്ലാഹു അൻഹു, അതുവരെ ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് എത്ര വട്ടം സ്വലാത്ത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. ആ ഉറക്കെ ചൊല്ലേണ്ട ശൈലി നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ദ്വീപിൽ കൊണ്ടിടണം. അവിടൊക്കെ തറാവീഹിന്റെ ഇടയിൽ സ്വലാത്തിൽ നിന്ന് കേട്ടാൽ ഉറങ്ങുന്ന ആളൊക്കെ ഹൗദുങ്കരയിൽ എത്തിപ്പോകും. നല്ല ആവേശമുള്ള സ്വലാത്ത, സന്തോഷാണ് അവരെ സ്വലാത്ത് കേൾക്കും. ഇതൊരു എന്നോവറിങ്ങനെ ഖത്തീബ് ഉസ്താദ് നല്ല മട്ടത്തിൽ ഖുത്ബോദിയിട്ട് സല്ലല്ലാഹു വസല്ലമ വബാറക അലാ ഹാദൻ നബിയിൽ കരീം. അപ്പോൾ നമ്മൾ ഉറക്കെ ചൊല്ലണം അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. അന്ന് ഉറക്ക സ്വലാത്തല്ല സുന്നത്താന്നല്ലേ കിതാബിലുണ്ട്. സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം. ആരും കംപ്ലൈന്റ് പറയില്ല. കംപ്ലൈന്റ് പറഞ്ഞാൽ ഫത്ഹുൽ മുഈനിൽ ആ വരി മറിച്ച് കാണിച്ചു കൊടുക്കുക. ഉസ്താദ് കാണിച്ചു. സ്വലാത്ത് കൊണ്ട് ശബ്ദം ഉയർത്തണം. ഖതീബ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരൊക്കെ പറയുമ്പോൾ നമ്മൾ പള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉറക്കെ സ്വലാത്തല്ല. അങ്ങനെ അത് നമ്മളിൽ നിന്ന് അടുത്ത തലമുറ അത് കീഴ്വഴക്കമായി സ്വീകരിച്ച് അങ്ങനെ ആ സുന്നത്ത് കൊണ്ടുവരണം. ഇതാകെ നിങ്ങൾ നോക്കി എല്ലാ പള്ളിയിലും റളിയല്ലാഹുവിനെ ഉറക്കെ കേൾക്കൂ അല്ലേ? സ്വലാത്തോട് സ്വലാത്താണ് ഉറക്കെ ചെല്ലേണ്ടത്. റളിയല്ലാഹുവിനെ മോശാന്നല്ല. സ്വഹാബത്താ ഉയരത്തിൽ അധികം മുത്തുനബിതങ്ങളോ? മുത്തുനബിതങ്ങളല്ലേ മേലെ. അപ്പൊ തങ്ങളെ സ്വലാത്ത് ഉറക്കെ ചെല്ലണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഖത്തീബ് ഉസ്താദ് ഖുത്ബ ഓതുമ്പോൾ ഞാനിവിടെ നിന്ന് ഖുത്ബ കൂടിയിട്ട് പറയില്ല കേട്ടോ. ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ട് നാട്ടിൽ വരികയാണ്. എനിക്ക് ഇവിടുത്തെ ഹാലൊന്നും അറിയില്ല. നിങ്ങൾ ചൊല്ലുന്നവരാണ് എന്റെ വിശ്വാസം. ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഉറക്കെ ചൊല്ലണം. ഞാൻ എല്ലാ പള്ളിയിലും കയറിയ ആൾക്കാരോട് പറഞ്ഞു ഉറക്കെ സ്വലാത്തല്ലണം.
നമ്മളൊരാൾ ഉറക്ക സ്വലാത്തല്ലുമ്പോ നമ്മൾ പിന്നുന്ന ഒരാൾ ഉറക്ക സ്വലാത്തല്ലേ, അയാള് സ്വലാത്തല്ല നമ്മളല്ലേ കാരണം. അപ്പൊ നമുക്ക് 2 കൂലിയായി അല്ലേ, 2 കൂലിയായി. ഒരാള് ഭക്ഷണം കഴിക്കാൻ ഒരു 10 പേരിയ്ക്കുമ്പോ ഒരാള് ഉറക്ക ചൊല്ലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം